പുതിയ ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാനത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ യാത്ര സാധ്യമാകുന്ന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. എന്നാൽ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. സർവീസ് റോഡിലെ യാത്രകളും ആറുവരി പാതയിലേക്ക് പ്രവേശനമില്ലാത്ത വാഹനങ്ങളെയും കുറിച്ചിട്ടുള്ള ആശങ്കയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ വൺ വേ ആണെന്ന ധാരണ പലർക്കുമുണ്ട്. ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ദേശീയപാത അധികൃതർ. പുതിയതായി നിർമ്മിച്ച ദേശീയപാത 66ന്റെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള സർവീസ് റോഡുകൾ 2 വേ പാതകളാണ് എന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നു. ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ 1 വേ ആണെന്ന ധാരണയിൽ ഡ്രൈവർമാർ തമ്മിൽ തർക്കങ്ങളും പതിവാണ്. എന്നാൽ സർവീസ് റോഡുകൾ 2 വേ പാതകളാണ് എന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നു. അതേസമയം സർവീസ് റോഡുകൾക്ക് 6.5 മീറ്റർ മാത്രമാണ് വീതിയെന്ന ആശങ്ക പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചെറിയ ദൂരം മാത്രം ഓടുന്ന ലോറികളും ബസ്സുകളും മറ്റു വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ദേശീയപാതയിലൂടെ തന്നെയാണ് പോകുന്നത്. എന്നിട്ടും ഇപ്പോൾ തന്നെ സർവീസ് റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ട്രാക്ടർ, ഓട്ടോ, ബൈക്ക് തുടങ്ങിയവയെല്ലാം സർവീസ് റോഡിലൂടെ മാത്രം പോകേണ്ടി വരുമ്പോൾ കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിന് പദ്ധതി രൂപരേഖ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ്, കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കുക. അതോടൊപ്പം കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കുന്നുണ്ട്. പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് ഏജൻസിയെ തിരഞ്ഞെടുക്കുവാനുള്ള ടെൻഡർ നടപടികൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്.